ഈ വീഡിയോയിൽ നമ്മൾ ഇറാനിൽ തുടങ്ങി അതേപോലെ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, റഷ്യ, ഉക്രൈൻ ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള കുറേ വിഷയങ്ങൾ ഇതിനകത്ത് രസകരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞു വെച്ചേക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തല്ല, ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്തായാലും മൺഡേ ആയിട്ടുണ്ടാവും, തിങ്കളാഴ്ച രാവിലെ മുതലേ സ്റ്റോക്ക് മാർക്കറ്റ് പടപടേന്ന് ഇടിയാൻ പോവാണ്. ഏഷ്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും, അതുപോലെ തന്നെ യൂറോപ്പിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയും. അതിന്റെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഇന്ന് തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വർണത്തിന്റെ വില ഇച്ചിരി കുറയാനും സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പൊ വരുന്നില്ല, ഇൻവെസ്റ്റ്മെന്റ് മൊത്തത്തിൽ സ്ട്രക്കായി നിൽക്കുകയാണ്. അതാണ് പ്രധാനമായിട്ട് സംഭവിക്കുന്ന വിഷയം. അപ്പൊ ഇത് പ്രാഥമികമായിട്ട് പറയാനുള്ള വിഷയമാണ്. പിന്നെ നമ്മൾ ഇറാനിലേക്ക് പോയി കഴിഞ്ഞാൽ ഖമനേയി എടുത്തിരിക്കുന്ന തീരുമാനം അമേരിക്കയുമായിട്ട് കട്ടൺ റേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞങ്ങൾ ഇനി ചർച്ചയ്ക്കൊന്നുമില്ല, എന്ത് കാര്യത്തിനാണ് ചർച്ച? നിങ്ങൾ 2017 നമ്മുടെ ന്യൂക്ലിയർ ഡീൽ കീറിക്കളഞ്ഞതല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇനി ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നങ്ങ് കട്ടൺ റേറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു കളഞ്ഞു. പറഞ്ഞതിലുപരിയായിട്ട് ഇറാൻ വേറൊരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട്. ഇറാൻ അറബ് രാഷ്ട്രങ്ങൾ, അതായത് ഈ അമേരിക്കൻ ചേരിയിലുള്ള അറബ് രാഷ്ട്രങ്ങൾ, അവര് ജസ്റ്റ് ഒരു ഗ്രൂപ്പിന് വേണ്ടി ഇങ്ങനെ ഒരു ഇസ്ലാമിക് രാജ്യങ്ങളായിട്ടും അറബ് രാജ്യങ്ങളായിട്ടൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു. അതിലുപരിയായിട്ട് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇറാന് നൽകുന്നില്ല. അവരെല്ലാരും തന്നെ അമേരിക്കൻ ചേരിയിലാണ് ശക്തമായി അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഇറാന് വന്നതായിട്ട് ഇറാൻ ഇപ്പോഴാണ് പുറത്തു പറയുന്നത്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാൻ പറഞ്ഞത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, ഇറാഖ്, കുവൈറ്റ്, ഖത്താർ, UAE, ബഹ്റൈൻ ഇത്രയും രാജ്യങ്ങൾക്കും ഒരു അലേർട്ട് കൊടുത്തിരിക്കുകയാണ് ഇറാൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാല്, അതായത് നിങ്ങളുടെ രാജ്യത്തിൽ നിന്നും അമേരിക്ക ഏതെങ്കിലും വിധേയന ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അമേരിക്കൻ ബേസുകൾ ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്കൻ ബേസിനെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്, നിങ്ങളെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. നിങ്ങളാണ് പ്രാഥമിക പരിഗണന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇറാൻ പറയുന്നത് അമേരിക്കയെ അത്രയും ദൂരെ ചെന്ന് അടിക്കാനുള്ള കെൽപ്പൊന്നും ഇറാനില്ല. അഥവാ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റാകെ കിടക്കുന്ന കടൽ തീരത്ത് കിടക്കുന്ന അത്രയും രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതായത് അമേരിക്ക അടിക്കരുത്, അമേരിക്ക അറ്റാക്ക് ചെയ്താൽ തിരിച്ചടിക്കാൻ പോകുന്നത് ഈ അറബ് സുന്നി രാജ്യങ്ങളായിരിക്കും എന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ ഇവിടെ ഉള്ള ഒറ്റ ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, ഈ അറബ് ലീഗ് എന്ന് പറഞ്ഞുള്ള ഒരു മീറ്റിംഗ്, അതേപോലെ OIC എന്ന് പറഞ്ഞ മീറ്റിംഗ്, ഇതൊന്നും ഇപ്പൊ നടക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ ഇപ്പൊ ഇവരൊക്കെ എവിടെ പോയി? ഇവരൊക്കെ ഭയങ്കര 33-38 ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ പാസ്സാക്കിയ ആൾക്കാരാണ് ഗാസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. എന്നിട്ട് ഇപ്പൊ ഇതാ രണ്ട് ചേരിയിൽ തിരിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ഈ ഷിയ സുന്നി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കൂ, ഇവർ രണ്ട് ചേരിയിലേ നിൽക്കൂ, ഇവർ ഒരിക്കലും ഒരുമിച്ച് പോകുന്ന ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. UAE ഉൾപ്പെടെയുള്ള അമേരിക്കൻ ബേസ് വെച്ചിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെയും അവര് ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഞങ്ങളുടെ ബേസ് ഉപയോഗിക്കരുത്, നിങ്ങൾ ഞങ്ങളുടെ കടൽ അതിർത്തി, ഞങ്ങളുടെ കടൽ തീരത്തിന്റെ അതിർത്തിക്കപ്പുറം, ഇന്റർനാഷണൽ ബോർഡർ ഉണ്ടല്ലോ, അതിർത്തിക്കപ്പുറം നിങ്ങൾ ഒരു എയർക്രാഫ്റ്റ് കരിയറോ നിങ്ങളുടെ ഏതെങ്കിലും റിസർച്ച് വെസൽസോ കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾ അവിടെ നിന്ന് കാര്യങ്ങൾ ഇറാനെ നിരീക്ഷിക്കുക, ഇറാനെ ഒബ്സർവ് ചെയ്യുക, ഇറാനെ മോണിറ്റർ ചെയ്യുക, എന്തെങ്കിലും ചെയ്തോ. പക്ഷേ ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് ഞങ്ങൾക്ക് തന്നെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഭീഷണിയാണ്, ഇറാനുമായിട്ട് ഞങ്ങൾക്ക് ആ രീതിയിലുള്ള ബന്ധമാണ് ഉള്ളത് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്ത് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാം ഇത് വെറുതെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ്. പിന്നെ അമേരിക്കയെ പിണക്കിക്കൊണ്ട് ഈ രാജ്യങ്ങളൊന്നും ഒന്നും തന്നെ ചെയ്യാൻ കെൽപ്പുള്ള ആൾക്കാരല്ല. അപ്പൊ ഈ ഒരു സത്യം ഇറാനും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് ഇറാൻ ഇവർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത്. ഇറാന് സപ്പോർട്ട് തരുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തിക്കൊണ്ട് ഈ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇറാൻ ഈ രീതിയിലുള്ള നിലപാടെടുത്തത്. മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളുടെ ബേസ് ഉപയോഗിക്കുന്നതിന് പകരം ഓൾറെഡി തന്നെ എനിമിറ്റിയുള്ള ഇസ്രായേലിന്റെ ബേസ് ഉപയോഗിക്കാനാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ സാധ്യത. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ എയർ ഡിഫൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിൽ കുന്നുകൂട്ടി വെച്ചിരിക്കുകയാണ്. USA F-C-17A എന്ന് പറഞ്ഞ ഗ്ലോബ് മാസ്റ്റർ എയർക്രാഫ്റ്റ്, ഇത് ലോജിസ്റ്റിക് സപ്ലൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതായത് ഈ ഒരു 10-15 ദിവസത്തിനകത്ത് മൾട്ടിപ്പിൾ ഷട്ടിൽസ് ആണ് അമേരിക്കയ്ക്കും ഇസ്രായേലും തമ്മിൽ മിഡിൽ ഈസ്റ്റ് നടത്തിയിരിക്കുന്നത്. പല ബേസുകളിലും പല ഏരിയകളിലും ഇവരുടെ സ്റ്റോക്ക് പൈൽസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ 3 മുതൽ 6 THAAD സിസ്റ്റം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്രായേലിന് വേണ്ട രീതിയിലുള്ള ക്വാണ്ടിറ്റി അവര് കഴിഞ്ഞ വർഷം തന്നെ സപ്ലൈ ചെയ്ത് കൊടുത്ത് ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയതാണ്. പക്ഷെ ഇപ്പോൾ അവര് കൂടുതലായിട്ടുള്ള ഈ ഒരു THAAD സിസ്റ്റം ഇറക്കിയിരിക്കുന്നത് അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് അവിടെ നിന്ന് എന്താണോ അവർ ഉദ്ദേശിക്കുന്നത്, ഇറാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇറാനെ എയിം ചെയ്തുകൊണ്ടുള്ള ആ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിസ്റ്റംസ് എല്ലാം ഇപ്പൊ ഇവിടെ കൊണ്ട് ഡിപ്ലോയ് ചെയ്യുന്നത്.
ഇതിലുപരിയായിട്ട് ഒരുപാട് മ്യൂണീഷ്യൻസും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൊണ്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. എല്ലാം, അതായത് അമേരിക്കയുടെ സ്റ്റോക്ക് പൈൽസ് കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ ഹൈ ലെവലിൽ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് അവരുടെ സ്റ്റോക്ക് പൈൽസ്. അതേപോലെ C5M860017 എന്ന് പറഞ്ഞ ഈ ഒരു എയർക്രാഫ്റ്റ് ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ആ ഒരു ഐലൻഡിലേക്ക് മൾട്ടിപ്പിൾ ഷട്ടിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെയും സ്റ്റോക്ക് പൈൽസ് തന്നെയാണ് അവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതെല്ലാം കൂടെ സൂചന എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ഇവരുടെ ബേസ് എല്ലാം തന്നെ ഇവരെ ശക്തിപ്പെടുത്തുകയാണ്. അമേരിക്കയാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇറാന് കൊടുക്കുന്ന സൂചനകളാണ്. ഈ സൂചനകൾ എന്ന് പറഞ്ഞാൽ ഇത് വെറും സൂചനയല്ല, കാര്യങ്ങൾ അതിഗൗരവകരമായ രീതിയിൽ മുന്നോട്ട് പോവാണ്. അതുപോലെ തന്നെ ഒരു ട്രയൽ നടത്തിയിട്ടുണ്ട്. ഡീഗോ ഗാർസിയ ഐലാൻഡിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് യമനിൽ വന്ന് ഹൂത്തികളുടെ മേളിൽ ഒരു ആക്രമണം നടത്തി അമേരിക്ക ഒരു ട്രയൽ റൺ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതായത് ഡീഗോ ഗാർസിയയിൽ നിന്നും യമനിൽ വന്ന് ഒരു ആക്രമണം നടത്താൻ പറ്റുമെങ്കിൽ ഇറാനിന് മേളിലും അറ്റാക്ക് ചെയ്യാം എന്നുള്ള ഒരു സൂചനയാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. ഇപ്പം യമന്റെ ഉള്ളിൽ ആ രീതിയിലുള്ള റഡാർ സിസ്റ്റം എങ്ങനെയാണ് ഏതാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇറാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ബ്രീച്ച് ചെയ്തുകൊണ്ട് വേണം ഇറാനെ അറ്റാക്ക് ചെയ്യാൻ. അല്ലാതെ ഹൂത്തികളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അവർ GPS ജാമർ പോലത്തെ കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ GPS ജാമർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള സെറ്റപ്പുകൾ, ഉഡായ്പ സെറ്റപ്പുകളാണ് ഇറാൻ ചെയ്തു വെക്കുന്നത്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും അമേരിക്ക സ്റ്റെൽത്ത് ആയിരിക്കും ഉപയോഗിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ഭാഗത്തുള്ള ബേസ് ഇസ്രായേൽ തന്നെയാണ്. മറ്റുള്ള രാജ്യങ്ങളെ ഒന്നും എടുക്കുന്നില്ല അമേരിക്ക. UAE ഉൾപ്പെടെയുള്ള, ഖത്താർ ഉൾപ്പെടെയുള്ള ഒരു ബേസും തന്നെ അമേരിക്ക യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നില്ല. ചില ഇൻഫർമേഷൻസ് ഒക്കെ ചിലപ്പോൾ അവിടെ നിന്ന് ഗ്യാദർ ചെയ്യുമായിരിക്കും. പക്ഷെ അതിലുപരിയായിട്ട് ഇസ്രായേൽ തന്നെയായിരിക്കും പ്രൈമറി ആയിട്ടുള്ള ആ ഒരു ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഓൾറെഡി തന്നെ ഇറാനും ഇസ്രായേലും തമ്മിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറാൻ അതിലേക്ക് കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള വേറൊരു ക്ലെയിം ഒന്നും വെക്കാൻ പറ്റില്ല. സൂപ്പർ ഗാലക്സി എന്ന് പറഞ്ഞ ഈ C5M കാറ്റഗറി എയർക്രാഫ്റ്റ് THAAD എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ട് ഇവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിൽ നെവാറ്റിം എയർബേസിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നെവാറ്റിം എയർബേസ്, ഈ നെവാറ്റിം എയർബേസ് പലതവണ കേട്ടിട്ടുണ്ടാവും. ഹൂത്തികൾ പലതവണ ആക്രമണം നടത്തി എന്ന് ക്ലെയിം ചെയ്ത എയർബേസ് ആണ് ഈ നെവാറ്റിം എയർബേസ്. ആ എയർബേസിലാണ് ഇപ്പം ചറപറ കൊണ്ട് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ ഹൂത്തികളുടെ ഒരു കപ്പാസിറ്റി എങ്ങനെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എയർബേസ് ഒക്കെ അവിടെ സുഖസുന്ദരമായിട്ട് കിടപ്പുണ്ട്. സൗത്ത് കൊറിയയിലുള്ള US ബേസിൽ വെച്ചിരുന്ന പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റം, ആ ഡിഫൻസ് സിസ്റ്റം UAE മാറ്റിയിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, UAE ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ കുറച്ചുകൂടെ UAE ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ശക്തിപ്പെടുത്താൻ വേണ്ടി, കാരണം ഏറ്റവും ക്ലോസർ പ്രോക്സിമിറ്റിയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് UAE. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് UAE സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഈ ഒരു പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റം UAE മാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഇറാന്റെ മേലുള്ള ആക്രമണം തന്നെയാണ്. എപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതുപോലെ മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് ഇറാന്റെ സൈഡിൽ കിടക്കുന്ന കംപ്ലീറ്റ് രാജ്യങ്ങൾക്കും അമേരിക്ക എല്ലാവർക്കും തന്നെ ഹൈ അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. ഈ കാണുന്ന രണ്ട് സ്ത്രീകൾ, എബ്തിസാം മുഹമ്മദ്, യുവാങ് യാങ് എന്ന് പറഞ്ഞ ഈ രണ്ട് ലേഡീസ്, ഇവർ രണ്ടും തന്നെ UK പാർലമെന്റേറിയൻസ് ആണ്. ഈ രണ്ട് പാർലമെന്റേറിയൻസിനെയും UK ഗാസയിലേക്ക് വിട്ട് അവിടുത്തെ ഈ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ ഗാസയിൽ എന്താണ് ഇസ്രായേൽ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠനം നടത്താൻ വേണ്ടിയിട്ട് ഗാസയ്ക്കുള്ളിൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ രണ്ട് ആൾക്കാരാണ്. UK പ്രതിനിധികളാണ്. ഈ രണ്ട് പ്രതിനിധികളെയും ഇസ്രായേൽ അവിടെ വെച്ച് തന്നെ തടഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുകയും പലതവണ നിങ്ങളുടെ പാർലമെന്റിന്റെ ഉള്ളിൽ ഇസ്രായേലിനെതിരെ സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിച്ച വ്യക്തികളാണ്. ഇങ്ങനത്തെ വ്യക്തികളെ ഗാസയ്ക്കുള്ളിൽ കയറ്റിവിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഗാസ ഇപ്പൊ അണ്ടർ ഇസ്രായേലിന്റെ കൺട്രോളിലാണ്. അപ്പൊ ഇനി ഇസ്രായേൽ തീരുമാനിക്കണം അവിടെ ആര് കയറി പോകണം എന്നുള്ളത്. ഈ രണ്ട് സ്ത്രീകളെയും മടക്കി അയച്ച ഉടനെ ഡേവിഡ് ലാമി എന്ന് പറയുന്നത് UK ഫോറിൻ മിനിസ്റ്റർ ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആരാണ് ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവിനെ തടയാനുള്ള റൈറ്റ്സ് തന്നത്, നിങ്ങൾ ആരാണ് ഇതൊക്കെ ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യവും ആ രീതിയിലുള്ള ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് ഒക്കെയാണ് നടന്നത്. ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് പോര്. ഈ ട്വിറ്ററിൽ X പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എഴുതി കളിക്കുകയാണ്. UK പ്രൈം മിനിസ്റ്റർ സ്റ്റാർമറിന്റെ വൈഫ് ഒരു ജൂ ആണ്. അപ്പൊ ഇതെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്കും ഇവർ ഇതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈപ്രസിൽ ഒരു മിലിറ്ററി എയർ ബേസ് UK ഉപയോഗിക്കുന്നുണ്ട് സൈപ്രസിൽ. അതേസമയം ഇതേ സെയിം എയർ ബേസ് ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട്, ആ സെയിം എയർ ബേസ് അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? അതേസമയം ഹൂത്തികളെ അറ്റാക്ക് ചെയ്യാൻ അമേരിക്കയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതും UK ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവരുടെ അന്തർധാര വളരെ സജീവമാണ്. ആ രീതിയിൽ അവർക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഇത് പൊതുവെ ഓപ്പൺ ആയിട്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരൊക്കെ നടത്തുന്നു. അതൊക്കെ ഡിപ്ലോമാറ്റിക്കലി നടത്തുന്ന കാര്യങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. അതിലുപരിയായിട്ട് ഡീപ് റൂട്ടിൽ UK ഇസ്രായേലിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അങ്ങനെ ഇല്ലാതാണ്.
സിറിയക്കുള്ളിൽ ഒരു റൈവലറി ഉണ്ട്. സിറിയക്കുള്ളിൽ എന്താണ് റൈവൽ എന്ന് പറഞ്ഞാൽ, അവിടെ ഇപ്പം നിലനിൽക്കുന്നത് ഒരു താൽക്കാലിക ഭരണകൂടമാണ്. ഈ അഹ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഈ ഒരു തീവ്രവാദി സംഘടനയിൽപ്പെട്ട ആളാണ് ഇപ്പൊ അത് നയിക്കുന്നത്. പക്ഷേ ഈ 4 വർഷം കഴിയുമ്പോൾ അവിടെ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞിട്ട് കസേര കയറിയിരിക്കുന്നത്. ഈ 4 വർഷം കഴിയുമ്പോൾ ഇത് വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി നമ്മൾ കണ്ടറിയണം. ഈ രണ്ടുപേരും അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അതിലൊന്ന് ഇസ്രായേൽ, ഇനിയൊന്ന് തുർക്കി. അപ്പൊ ഈ ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം വരുന്നതിന് മുമ്പ് തന്നെ, ഈ ഒരു ജൊലാനി ഈ ഒരു പോസ്റ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തുർക്കിക്കും ഇസ്രായേലിനും കൃത്യമായി സിറിയയിൽ 2 ഏരിയകൾ ക്യാപ്ചർ ചെയ്ത് നിലനിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇസ്രായേൽ അതിനനുസരിച്ച് കഴിവിന്റെ പരമാവധി സ്ഥലം ഇസ്രായേൽ കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നു. തുർക്കി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതാണ് സംഭവം. ആ രീതിയിൽ, കാരണം തുർക്കി സപ്പോർട്ടീവായിട്ട് ഗവൺമെന്റിന്, അതായത് നിലവിലുള്ള HTS ഭരണകൂടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന തുർക്കിക്ക് അവരെ ഗണ്ണിച്ചുകൊണ്ട് സ്ഥലം കയറി പിടിക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടുത്തെ സംഭവം. പക്ഷെ എല്ലാ കാലത്തും എർദോഗൻ ഇങ്ങനെ നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എർദോഗന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് HTSന്റെ ലീഡർ അൽ ഷാറ ഇസ്രായേലിനെതിരെ, അതായത് ഇസ്രായേൽ ഈ ബോർഡറിൽ നിന്ന് പിന്നോട്ട് പോകണം, ഇസ്രായേൽ സിറിയയുടെ സ്ഥലത്ത് കയറി വരാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഇച്ചിരി വീരവാദം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ ഒരു ജൊലാനി. ഇപ്പം അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ തലങ്ങും വിലങ്ങും സിറിയയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എർദോഗനെ ആണെങ്കിൽ ആ പരിസരത്ത് തന്നെ കാണാനില്ല എന്നുള്ളതാണ്. എർദോഗൻ മുങ്ങി, അങ്ങനെ പറയാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സിറിയക്കുള്ളിൽ നടത്തുന്ന ആക്രമണത്തിനൊക്കെ ഒരു രീതിയിലുള്ള പ്രതികരണം തുർക്കിയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ഈ ഒരു അഹമ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞ ഈ ഒരു HTS തീവ്രവാദിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എർദോഗൻ ഈ പരിസരത്ത് തന്നെ ഇല്ല, നമ്മൾ എർദോഗനെ വിശ്വസിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അടി മേടിച്ചു കൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇന്ന് സ്റ്റേറ്റ്മെന്റ് മാറ്റിയിരിക്കുകയാണ്. അതായത് HTS സിറിയ ഭരിക്കാൻ വന്നത് ഇസ്രായേലിനെ എതിർക്കാനോ ഇസ്രായേലിനെ ചെറുക്കാനോ ഇസ്രായേലിനെതിരെ പൊരുതാനോ അല്ല. ഞങ്ങൾ സിറിയക്കുള്ളിൽ ഞങ്ങൾക്ക് വേണ്ട ഭരണകൂടം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സിറിയ ഭരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തികച്ചും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അഹമ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞ ആ ഒരു HTSന്റെ നിലപാട് ഇന്ന് മാറിയിരിക്കുന്നത്. കാരണം എർദോഗനെ തിരിച്ചറിഞ്ഞു, എർദോഗൻ എക്സ്പോസ്ഡ്. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ടെലഗ്രാഫ് എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. ഈ ഒരു പത്രമാധ്യമം പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല്, സിറിയക്കുള്ളില് ആസാദിന്റെ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് 100-ലധികം രാസായുധം ഉണ്ടാക്കാനുള്ള ആ ഒരു കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതാണ്ട് ഒരു 30 എണ്ണം ഇതുവരെ അറ്റാക്ക് ചെയ്ത് തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു 70 എണ്ണം അറ്റാക്ക് ചെയ്യാനുണ്ട്. ഒരു പത്രം എന്താണ് പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ തുടർച്ചയായിട്ട് ഇനിയും അവിടെ ഒരു 70 അറ്റാക്ക് നടത്തുന്നതാണ്. 70 എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒരു 700 നടത്തും. അതാണ് ശരിക്കും ഇസ്രായേലിന്റെ ഒരു രീതി. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇനിയും സിറിയക്കുള്ളിൽ ഇസ്രായേലിന്റെ അറ്റാക്കുകളുടെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതാണ് ഈ ഒരു പത്രം പറഞ്ഞു വെക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. കാരണം ഈ സിറിയ HTSന്റെ കീഴിൽ പോയത് തൊട്ട് തുടരെ ഇസ്രായേൽ സിറിയക്കുള്ളിൽ തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 30 അല്ല, അതിൽ കൂടുതൽ എത്രയോ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 70 ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തുടർന്ന് ഇനി ഒരു 4 വർഷത്തേക്കും HTS ഇസ്രായേലിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. തുർക്കിക്ക് ഇപ്പൊ ഇവിടെ യാതൊരു സ്കോപ്പും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ താരിഫിനെ ചൊല്ലി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അമേരിക്ക ഒരു പക്ഷേ ഈ താരിഫ് പിൻവലിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ആ തമ്പനയിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഇപ്പം വാർത്ത വരുന്നത്, ഏതാണ്ട് 50 രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനും ഈ ഒരു താരിഫിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് അമേരിക്ക പബ്ലിഷ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിന് ഇപ്പൊ വീണ് കിടക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഏതാണ്ട് 7 ട്രില്യണോളം നഷ്ടം 48 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ തിങ്കളാഴ്ച തൊട്ട് അടുത്ത പൂരം കണ്ടു തുടങ്ങും. ഏഷ്യൻ സൈഡ്, യൂറോപ്യൻ സൈഡൊക്കെ $28 ബില്യൺ കച്ചവടമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 28 ബില്യന്റെ പ്രോഡക്റ്റ് ആണ് അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അത്രയും സാധനങ്ങൾക്കും താരിഫ് ഇടാൻ വേണ്ടിയിട്ട് യൂറോപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും യൂറോപ്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ആവാൻ പോവാണ്. അതേപോലെ ചൈന ഇതേപോലെ തന്നെ താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 34% ചൈനയും അങ്ങ് അടിച്ചു കൊടുത്തിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നും ഇറക്കുന്ന സാധനങ്ങൾക്കെതിരെ. അപ്പൊ ഇത് ഏഷ്യൻ മാർക്കറ്റിനെയും അഫക്ട് ചെയ്യാൻ പോവാണ്. തിങ്കളാഴ്ച മുതൽ ഇപ്പൊ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ തുരുതരാൻ നോക്കിക്കോ, സ്റ്റോക്ക് മാർക്കറ്റ് പടപടപടപടേന്ന് ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നത്. തുടരെ താഴോട്ട് വരാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഇനി കാണാൻ പോകുന്നത്. കെവിൻ ഹെസത്ത് എന്ന് പറഞ്ഞ USA എക്കണോമിക് കൗൺസിലിന്റെ ഡയറക്ടർ, പുള്ളി പറഞ്ഞിരിക്കുന്നതാണ്, ഈ ഒരു 50 രാജ്യങ്ങൾ ഞങ്ങളുമായിട്ട് നെഗോസിയേഷൻ തയ്യാറാണ്. ഒബ്വിയസ്ലി നെഗോസിയേഷൻ തയ്യാറാവും, പക്ഷേ നിങ്ങൾ താരിഫ് എടുത്ത് കളയാണ്ട് യാതൊരു രീതിയിലുള്ള മുന്നോട്ട് പോകും നടക്കില്ല എന്നുള്ളതാണ്. ആ രീതിയാണ് കാര്യങ്ങൾ പോകുന്നത്. നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾ താരിഫ് വേവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾക്ക് വേണ്ട ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില നേട്ടങ്ങൾക്ക് ഓക്കെ പറഞ്ഞിട്ട് ഈ താരിഫ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അമേരിക്ക റെഡി ടു റിമൂവ് ദ താരിഫ്. അതായത് ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന താരിഫ് എല്ലാം കുറച്ചായിട്ട് ഈ രാജ്യങ്ങളെ വിളിച്ചു വരുത്തി നെഗോഷിയേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് ഈ നെഗോഷിയേറ്റ് ചെയ്ത് ഈ താരിഫ് ഒഴിവാക്കുന്ന പരിപാടിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്.
അത് ചെയ്താലേ ഇനി രക്ഷയുള്ളൂ. കൂടുതൽ വൈകാതെ തന്നെ ഈ ഒരു താരിഫുകൾ ഓരോന്നായിട്ട് പിൻവലിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം അമേരിക്കയുടെ ഉള്ളിൽ ഏതാണ്ട് 50 സ്റ്റേറ്റുകളിലാണ് ഇപ്പം പ്രതിഷേധം നടക്കുന്നത്. 50 സ്റ്റേറ്റുകളിൽ ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ട്രംപിനെതിരെ ഇത്രയും ശക്തമായ വോട്ട് നേടി അമേരിക്കയിൽ വന്ന ഒരു പ്രസിഡന്റിനെതിരെ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഈ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആദ്യമായിട്ടാണ് അമേരിക്കയിൽ. പലരും ഡെമോക്രറ്റുകളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന പൊതുജനങ്ങളുമുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന പൊതുജനങ്ങളുമുണ്ട്. പൊതുജനങ്ങൾ ആൾവേസ് പൊതുജനങ്ങളാണ്, അതിനകത്ത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് പൊതുജനങ്ങളുടെ പോക്കറ്റ് കാലിയാകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളിലോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് സർക്കാരിനെതിരെയും ഇതേപോലെ പ്രതിഷേധം ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കൻ പ്രോഡക്റ്റ് സ്കിപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കൻ പ്രോഡക്റ്റ് സ്കിപ്പ് ചെയ്യുക, അമേരിക്കൻ പ്രോഡക്റ്റ് മേടിക്കണ്ട, ഇനി അമേരിക്കൻ പ്രോഡക്റ്റ് ഇറക്കണ്ട, അതാണ് ഇപ്പൊ അവരുടെ തീരുമാനം. കാരണം ഇപ്പൊ ഇത്രയും താരിഫ് ഒക്കെ കൊടുത്ത് ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് പോകുന്ന എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. അമേരിക്കൻ പ്രോഡക്റ്റ് തൽക്കാലം അങ്ങ് സ്കിപ്പ് ചെയ്യാനാണ് അവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലും ഇതേ തീരുമാനം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പല രാജ്യങ്ങളും ഈ തീരുമാനം എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് കിട്ടുന്ന തിരിച്ചടികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. തിങ്കളാഴ്ച മുതൽ ആപ്പിൾ ഐഫോണിന്റെ സ്റ്റോക്ക് തുരിതരായി ഇടിയാൻ വേണ്ടി ഇരിക്കുകയാണ്. വിയറ്റ്നാം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ റെഡി ടു നെഗോഷിയേറ്റ്, ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. നെഗോഷിയേറ്റ് ചെയ്തിട്ട് 1-2 കമ്പനികൾ പേരിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ ഉള്ളിൽ സ്ഥാപിച്ചിട്ട് ഈ ഒരു താരിഫിൽ നിന്നും വേവ് ഓഫ് മേടിക്കാനുള്ള സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നോക്കുന്നത്. പേരിന് വേണ്ടി ഒരു കമ്പനി അമേരിക്കയിൽ സ്ഥാപിക്കുക, എന്നിട്ട് ഈ വിയറ്റ്നാമിൽ തന്നെ കയറ്റി അയക്കുക, ആ രീതിയിലൊക്കെ ഇനി കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ ഇതിലുപരി വേറെ ഒന്നും നടക്കുന്നില്ല. ആ ഒരു പ്രാഥമികമായിട്ട് പ്രൈമറി ആയിട്ട് ഒരു 4 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ടെമ്പററി ആയിട്ട് ഒരു ചെറിയ കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ ഉള്ളിൽ വരുത്തി വെച്ചിട്ട് ഈ താരിഫ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇത് പറയും, ഞങ്ങൾ ഇത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഈ പുതിയ കമ്പനികൾ അമേരിക്കയുടെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റിന് ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതിലുപരിയായിട്ട് പെർമനന്റ് ആയിട്ട് ഒരു രീതിയിലുള്ള കച്ചവടം അമേരിക്കയുടെ ഉള്ളിൽ ഇത്രയും ഉയർന്ന വിലയിൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ഒരു കമ്പനിക്കും നിലനിൽക്കാൻ പറ്റത്തില്ല. അതാണ് ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തായ് ഷിങ്ഡെ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഡെസ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിലാണ്, ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നുണ്ട്, അമേരിക്ക പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പം ഞങ്ങളുടെ ഒരു TSMC എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ബ്രാഞ്ച്, വലിയൊരു ബ്രാഞ്ച് തന്നെ അമേരിക്കയുടെ ഉള്ളിൽ ഓപ്പൺ ചെയ്യാനുള്ള എഗ്രിമെന്റ് വരെ ഒരാഴ്ചയ്ക്ക് മുമ്പ് പോയി ഒപ്പിട്ടിട്ട് വന്നാണ്. എന്നിട്ടാണ് തായ്വാൻ ഈ ഒരു താരിഫ് തന്നിരിക്കുന്നത്. പുള്ളി വിഷമത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് തന്നെയാണ് തായ്വാനും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അതേപോലെ ഗവൺമെന്റ് തലത്തിലുള്ള ഒരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചില പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ അമേരിക്കക്കെതിരെ ഒരു ബദൽ താരിഫ് ചൈനയെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെയോ എടുത്ത് അമേരിക്കയുമായിട്ട് വഴക്ക് കൂടാൻ തീരുമാനിക്കുന്നില്ല, ഒരു ആർഗ്യുമെന്റിനും പോകുന്നില്ല. സോഫാർ നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കീപ്പ് ഓൺ നെഗോഷിയേറ്റിംഗ്, ഒരു മാന്യമായ രീതിയിലുള്ള നെഗോസിയേഷന് തയ്യാറാണ്, അതിലുപരിയായിട്ട് ബാക്ക് ടു ബാക്ക് ഒരു ഫൈറ്റിങ്ങിന് തയ്യാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംബാബ്വെ അതേപോലെ നെഗോഷിയേറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളും ഇതേപോലെ ബാക്ക് ടു ബാക്ക് താരിഫ് ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, അമേരിക്കക്കെതിരെയുള്ള താരിഫുകളെല്ലാം തന്നെ ഞങ്ങൾ വിഡ്രോ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ താരിഫും അതേപോലെ നെഗോഷിയേറ്റ് ചെയ്ത് തരണം എന്നാണ് സിംബാബ്വെയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. പെൻഗ്വിന്റെ ഭാഗങ്ങളിൽ നിന്ന് മാത്രം ആൾക്കാരൊന്നും വന്നിട്ടില്ല, കാരണം പെൻഗ്വിൻ മാത്രമേ ഇനിയിപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളൂ. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാർക്കോ റൂബിയോ സൗത്ത് സുഡാനിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സാമഗ്രികളും റദ്ദാക്കിയിരിക്കുകയാണ്. നോ വിസ, നോ എൻട്രി പെർമിറ്റ്, നത്തിങ് സൗത്ത് സുഡാൻ. കാരണം കുറെ ആൾക്കാരെ അതായത് അമേരിക്ക കുറച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള, അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ പിടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അപ്പൊ അവരെ സൗത്ത് സുഡാനിലേക്ക് നാട് കടത്താൻ വേണ്ടിയിട്ട് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവര് ടോട്ടലി റിജക്ട് ചെയ്ത്, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ തന്നെ ഇവിടെ കഞ്ഞിക്കില്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത്, അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഇവിടെ തള്ളിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അപ്പൊ അതുകൊണ്ട് ടോട്ടലി ഞങ്ങൾ റിജക്ട് ചെയ്യാണെന്നാണ് അവർ പറഞ്ഞത്. ആ പറഞ്ഞ സ്പോട്ടിൽ തന്നെ മാർക്കോ റൂബിയോ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. സൗത്ത് സുഡാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ടാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. സൗത്ത് സുഡാനിന് ഇനി വിസയില്ല, എൻട്രി പെർമിറ്റ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇപ്പോഴാണ് പുതിയ നേതാവ് മാക്രോൺ ഈജിപ്തിനെയും ജോർദാനെയും ഒരുമിപ്പിച്ചുകൊണ്ട് 2 നേതാക്കളെയും വിളിച്ചുകൊണ്ട് ഗാസയിൽ പോയി ഒന്ന് എത്തി നോക്കിയിട്ട് അവിടുത്തെ നിലവാരങ്ങളൊക്കെ എങ്ങനെയുണ്ട്. അതായത് സ്റ്റാർമറിന്റെ ആ ഒരു വിഷയം പരാജയപ്പെട്ട ഉടനെ ഇപ്പൊ പതിയെ മാക്രോൺ ഇറങ്ങി വന്നിരിക്കുകയാണ്. മാക്രോൺ ഈ 2 നേതാക്കളെയും വിളിച്ചുകൊണ്ട് ഗാസയിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ ട്രംപുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്, ഇന്നത് ഗാസയുടെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഞാൻ പുടിനുമായിട്ടും സംസാരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പുടിൻ ആണെങ്കിൽ 2 ക്യാരക്ടറാണ്. പുള്ളി ഇന്ത്യ, ചൈന ഈ രീതിയിലുള്ള ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ യൂറോപ്യൻ സൈഡിൽ നിന്ന് ആൾക്കാർ പോയി കഴിഞ്ഞാൽ പുടിന്റെ ഒരു വലിയ ടേബിൾ ഉണ്ട്. ആ ടേബിളിന്റെ ഇങ്ങറ്റത്ത് അങ്ങറ്റത്താണ് ആൾക്കാർ സംസാരിക്കുന്നത്. വേണ്ടി വന്നാൽ മൈക്ക് വെച്ച് സംസാരിക്കേണ്ടി വരും. ആ രീതിയിൽ അത്രയും ലെങ്ത് ഉള്ള ഒരു ടേബിളാണ്. അപ്പൊ ആ ടേബിളിലാണ് മാക്രോൺ ഉൾപ്പെടെ സ്റ്റാർമർ ഉൾപ്പെടെ ആര് പോയാലും ഇരുന്ന് സംസാരിക്കേണ്ടത്. ആ അത്രയും ലെങ്ത് ഉള്ള ടേബിളിലാണ്. ജർമ്മനിയിൽ നിന്ന് പോയാലും എല്ലാവരും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഈ ജർമ്മനിയുമായിട്ടൊക്കെ ആ രീതിയിലുള്ള ഹിസ്റ്ററിയാണ് റഷ്യക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സെക്യൂരിറ്റി മെഷേഴ്സ് റഷ്യയുടെ പ്രോട്ടോകോളിലുള്ളതാണ്.
ഇതിനൊക്കെ കഴിഞ്ഞ തവണയെ മാക്രോൺ പോയി സംസാരിച്ചപ്പോഴത്തേക്കും ഈ ടേബിളിൽ അങ്ങറ്റത്ത് ഇങ്ങറ്റത്ത് ഇരുന്ന് സംസാരിച്ചതൊക്കെ മാക്രോൺ നല്ല രീതിയിലുള്ള ഡെസ്പാണ്. കാര്യം ഇപ്പം മോദി ആയിക്കോട്ടെ, അതേപോലെ ചൈനയിലെ ഷീ ജിൻപിങ് ആയിക്കോട്ടെ, ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പുടിൻ വളരെ ക്ലോസ് ആയിട്ട് തന്നെ സംസാരിക്കും. പക്ഷേ ഈ യൂറോപ്യൻ സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് പെരുമാറുന്നത്. അത് അവിടുത്തെ പ്രോട്ടോകോളാണ്, അതിൽ ഒരു കാര്യമില്ല, ഒന്നും വിചാരിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഈ അപ്പം തൊട്ടേ മാക്രോണിന് ഈ ഒരു കലിപ്പ് ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും പുടിനുമായിട്ട് ഇപ്പൊ സംസാരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പുടിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഫ്രാൻസിന്റെ ഉള്ളിൽ മാരിയാൻ എന്ന് പറഞ്ഞ ഇയാളുടെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിക്കുന്ന വ്യക്തി 36% മാക്രോണിനേക്കാളും മുന്നിട്ട് നിൽക്കുകയാണ് സർവേ ഫലങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് മാക്രോൺ ഈ ഒരു ഇലക്ഷനിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാക്രോൺ പല രീതിയിലും ഒരു പബ്ലിക് ടോക്ക് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് പല ലോക കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു ഗ്ലോബൽ ലീഡറായിട്ട് എമർജ് ചെയ്ത് കാണിക്കാനുള്ള തത്രപ്പാടിലാണ് മാക്രോൺ. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേണ്ട വിഷയങ്ങളിലും വേണ്ടാത്ത വിഷയങ്ങളിലെല്ലാം തന്നെയും കയറി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മാക്രോണിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇലക്ഷൻ വരെ മാക്രോണെ ഫ്രാൻസും സഹിക്കണം, ലോകവും ചേർന്ന് സഹിക്കേണ്ട ഒരു അവസ്ഥയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഗാസയിൽ വന്നു കഴിഞ്ഞാൽ ഗാസയിൽ വെറും 30% മാത്രമാണ് ഇനി വാട്ടർ സപ്ലൈ ഉണ്ടാവുള്ളൂ. 70% ഇപ്പൊ കട്ടാക്കിയിരിക്കുകയാണ്. പണ്ട് മറ്റുള്ള ഉപയോഗങ്ങൾക്കുള്ള വെള്ളമാണ് ഈ രീതിയിൽ കട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുടിവെള്ളം ഉൾപ്പെടെയാണ് ഈ ഒരു കട്ട് ഓഫിലേക്ക് പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന്റെ പ്രതിസന്ധി ഗാസയ്ക്കുള്ളിൽ ഉണ്ടാക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സദൻ ലെബനാൻ ഭാഗത്ത് ഹെസ്ബുള്ളയുടെ മേളിൽ 2 ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അത് ശരിക്കും എഞ്ചിനീയറിംഗ് ടീം, അതായത് ഈ ഒരു ഹെസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ടീം, അതായത് ഈ ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ എഞ്ചിനീയറിംഗ് ടീമിനുള്ള ആൾക്കാരാണ് ഈ കാറിൽ സഞ്ചരിച്ചത്. അവരെയാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. തുർക്കിക്കുള്ളിൽ 3 പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരു പ്രതിഷേധം ഗാസയെ അനുകൂലിച്ചുള്ള പ്രതിഷേധം, രണ്ടാമത്തെ പ്രതിഷേധം എർദോഗനെ എതിർത്തുകൊണ്ടുള്ള പ്രതിഷേധം, മൂന്നാമത്തെ പ്രതിഷേധം ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധം. ഇങ്ങനെ 3 തരത്തിലുള്ള വ്യത്യസ്ത പ്രതിഷേധങ്ങൾ തുർക്കിക്കുള്ളിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കി. ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് 10 റോക്കറ്റുകൾ ഗാസയുടെ ഭാഗത്ത് നിന്ന്, ഹമാസ് ആണ് ഇതിന്റെ ക്ലെയിം ഏറ്റെടുത്തിരിക്കുന്നത്, 10 റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ മെജോറിറ്റി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അഷ്കലോൺ, അസ്ദോദ്, യാനെ എന്ന് പറഞ്ഞ 3 സ്ഥലങ്ങളിലേക്കാണ് ഈ റോക്കറ്റ് വന്നത്. ഇതിൽ ഒരു റോക്കറ്റ് പതിച്ചിട്ടുണ്ട്. അതിൽ 3 പേർക്ക് പരിക്കുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതാണ് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ആക്രമണം. ഇതിലുപരിയായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ റഷ്യക്ക് വന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ റഷ്യക്ക് അറ്റ്ലാന്റിക് ഏരിയയിൽ ചൈനയെ കൊണ്ടുവരരുത് എന്നുള്ള തീരുമാനമാണ് റഷ്യക്ക് പണ്ടുണ്ടായിരുന്നത്. ആ ഒരു നിലപാട് മാറ്റേണ്ട സാഹചര്യം വന്നത് ഈ ഒരു ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടാണ്. കാരണം ഇപ്പം റഷ്യയുടെയും അതേപോലെ ചൈനയുടെയൊക്കെ സ്പൈ ഷിപ്പുകൾ അറ്റ്ലാന്റിക് ഏരിയയിലൊക്കെ മോണിറ്റർ ചെയ്ത് ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ വാർത്ത വെളിയിൽ വരുന്നത്. ഇത് റഷ്യയെ ഇൻഡയറക്ട്ലി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിലും ചൈനയെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ റഷ്യ എത്തിപ്പെട്ടിരിക്കുകയാണ് അറ്റ്ലാന്റിക് റീജിയനെ സംബന്ധിച്ചിടത്തോളം. അറ്റ്ലാന്റിക് റീജിയൻ റഷ്യക്ക് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ചൈനയെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് ഉറച്ച തീരുമാനം ഉള്ളതും റഷ്യക്കാണ്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് വേറൊരു വീഡിയോ തന്നെ ഇടാം. അതുപോലെ തന്നെ നെഗോസിയേഷൻ ഫെയിൽഡ്, ഈ നെഗോസിയേഷൻ ഫെയിലിയർ എവിടെയാണ് സംഭവിക്കുന്നതാണ് ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. അതായത് നെഗോസിയേഷൻ ഫെയിൽ എന്ന് പറഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എന്തുകൊണ്ടാണ് അവസാനിപ്പിക്കാൻ പറ്റാത്തത്, യൂറോപ്യൻസിന്റെ പ്രശ്നം എന്താണ്, അമേരിക്കയുടെ നെഗോസിയേഷൻ, ട്രംപിന്റെ നെഗോസിയേഷൻ എവിടെയാണ് പരാജയപ്പെടുന്നത്, ഇതാണ് നമ്മൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാര്യം വേറെ ഒന്നുമില്ല, ട്രംപ് അംഗീകരിക്കുന്നുണ്ടോ ക്രീമിയ ഉൾപ്പെടെ റഷ്യ ഇപ്പം കയറി പിടിച്ചു വെച്ചിരിക്കുന്ന 4 അഡീഷണൽ പ്രൊവിൻസുകൾ, ഡോൺബോസ് ഉൾപ്പെടെയുള്ള 4 അഡീഷണൽ പ്രൊവിൻസുകൾ റഷ്യ കൈക്കലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം റഷ്യയുടേതാണ് എന്ന് എവിടെയെങ്കിലും അമേരിക്ക ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇലക്ഷന്റെ മുമ്പ് വരെ ഇതേ ചോദ്യം ട്രംപിന്റെ അടുത്ത് ഉന്നയിച്ചപ്പോഴത്തേക്കും ട്രംപ് നോ എന്നാണ് പറഞ്ഞത്. ഈ സ്ഥലങ്ങളൊന്നും റഷ്യക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് യാതൊരു പരാമർശവും വരുന്നില്ല. പക്ഷേ ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുക? ഇതാണ് ഇവിടെ കിടക്കുന്ന ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രശ്നം. അപ്പൊ അതേസമയം യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഈ ക്രീമിയ ഉൾപ്പെടെ റഷ്യ കൈക്കലാക്കി വെച്ചിരിക്കുന്ന ഈ ഡോൺബോസ് റീജിയൻ ഉൾപ്പെടെയുള്ള 4 അഡീഷണൽ പ്രൊവിൻസുകളും തന്നെ യൂറോപ്യൻ യൂണിയൻ ഒരിക്കലും റഷ്യയുടെ ഭാഗമായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഡിബേറ്റ് ചെയ്യാതെ ഇവിടെ ഒരു നെഗോസിയേഷൻ കൊണ്ടുവരാൻ സാധ്യമല്ല. ഈ ഏരിയയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം കുടുങ്ങിക്കിടക്കുന്നത്. ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്ന ആൾക്ക് ഈ യുദ്ധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ യുദ്ധം തുടരും. ഉക്രൈനിന് കെൽപ്പുള്ളിടത്തോളം യുദ്ധം തുടരും. അത് കഴിയുമ്പോൾ റഷ്യ മാക്സിമം സ്ഥലം കയറി പിടിച്ച് യുദ്ധം അവസാനിപ്പിക്കും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.